മൈക്രോസോഫ്റ്റ് രൂപകൽപ്പന ചെയ്ത ഒരു മികച്ച പ്രസൻറ്റേഷൻ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്. ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളൊരു സോഫ്റ്റ്വെയറാണിത്. വ്യക്തിപരവും തൊഴിൽപരവുമായ ആവശ്യങ്ങൾക്കായി പ്രസൻറ്റേഷനുകൾ ഉണ്ടാക്കുവാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഒരു പ്രസൻറ്റേഷൻ ആവശ്യമുള്ള വിവരണങ്ങൾ, ചിത്രങ്ങൾ, ചാർട്ടുകൾ, ഓഡിയോ ഫയലുകൾ, വീഡിയോ ഫയലുകൾ എന്നിവയെ സംയോജിപ്പിച്ച് മികവുറ്റ രീതിയിൽ വിവരങ്ങൾ അവതരിപ്പിക്കാൻ പവർ പോയിൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ഏറ്റവും പുതിയ പതിപ്പ് 2021. ഹലോ എവരിവൺ, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ബേസിക്സ് ഓഫ് പ്രസൻറ്റേഷൻ. നമ്മളൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. ഓരോ ഓപ്ഷനും എവിടെയാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വഴി പരിചയപ്പെടുക. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പരിചയപ്പെടും. കൂടാതെ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രസൻറ്റേഷൻ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്, മാത്രമല്ല ഇതേ ഫയലിനെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്കും മറ്റുമൊക്കെ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ സേവ് എസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യും. അതല്ലാതെ നമ്മൾ ചെയ്ത പ്രസൻറ്റേഷൻ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പ്രസൻറ്റേഷൻ ക്ലോസ് ചെയ്യുക, അതേപോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ വേറെ എവിടെയെങ്കിലും ഉള്ളൊരു പ്രസൻറ്റേഷൻ എങ്ങനെ ബ്രൗസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് ബേസിക്സ് ഓഫ് പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നു. കൂടാതെ പ്രസൻറ്റേഷൻ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഈ പറയുന്ന പ്രസൻറ്റേഷൻ മറ്റ് ഫോർമാറ്റിലേക്കും മറ്റുമൊക്കെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതും നമ്മളിതിൻ്റെ ഭാഗമായിട്ട് പഠിക്കും. കൂടാതെ എങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റേഷനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മറ്റ് പല കാര്യങ്ങളും എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്, അതേപോലെ അവ എങ്ങനെ എഡിറ്റ് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം, അതുപോലെ അതിൻ്റെ ഭംഗി കൂട്ടാനുള്ള ഫോർമാറ്റിംഗ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന എൻ്ററിങ്, എഡിറ്റിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ദ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിൽ ഉദാഹരണമായിട്ട് നമ്മുടെ ഹോം ടാബിൽ കട്ട്, കോപ്പി, പേസ്റ്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കും. കൂടാതെ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്നൊരു ടൂൾ നമുക്ക് പെട്ടെന്ന് പ്രൊഡക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരേ സ്റ്റൈൽ തന്നെ പെട്ടെന്ന് വേറൊരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ വേറെ കുറച്ച് ടെക്സ്റ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നത്. അതല്ലാതെ നമ്മൾ കോപ്പിയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോപ്പി ചെയ്യുന്ന കണ്ടൻസ് ക്ലിപ്പ് ബോർഡിലേക്കാണ് പോയി കിടക്കുന്നത്. ആ ക്ലിപ്പ് ബോർഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എങ്ങനെ അതിനകത്തുള്ള കണ്ടൻസ് തിരിച്ച് പേസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ക്ലിപ്പ് ബോർഡ് യൂസസ്. അതല്ലാതെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമ്മുടെ പ്രസൻറ്റേഷൻ ആവശ്യമുള്ള ചിലയിടത്ത് നമ്മൾ ചെയ്ത ചില ടെക്സ്റ്റും മറ്റുമൊക്കെ ഫൈൻഡ് ചെയ്യാനും ആ ടെക്സ്റ്റിന് പകരം മറ്റേതെങ്കിലും ടെക്സ്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് യൂസ് ചെയ്യുന്നു. അതല്ലാതെ നമ്മുടെ ടെക്സ്റ്റിന് ആവശ്യമുള്ള ഫോണ്ടും ആവശ്യമുള്ള ടെക്സ്റ്റ് ഹൈറ്റും ആവശ്യമുള്ള ടെക്സ്റ്റ് എഫക്ട്സും, ദാറ്റ് ഈസ് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ തുടങ്ങിയ ടെക്സ്റ്റ് എഫക്ട്സും മറ്റുമൊക്കെ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഫോർമാറ്റിംഗ് ടെക്സ്റ്റിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. കൂടാതെ നമുക്ക് ആവശ്യമുള്ള ഹൈലൈറ്റ് കളർ, ഫിൽ കളർ തുടങ്ങിയത് എങ്ങനെ കൊടുക്കാം എന്നുള്ളതും ഈ പറയുന്ന ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നു. കൂടാതെ നമ്മുടെ പ്രസൻറ്റേഷൻ ആവശ്യമുള്ള പല കണ്ടൻസ് നമുക്ക് നമ്മുടെ ഈ പറയുന്ന പ്രസൻറ്റേഷനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് നമുക്ക് ചിലപ്പോൾ ടാബുലർ ഡാറ്റ ആയിരിക്കും ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ടാബുലർ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ പിക്ചേഴ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതല്ലാതെ ഷേപ്സ്, ഐക്കൺസ്, 3D മോഡൽസ് തുടങ്ങിയ എങ്ങനെ ഈ പ്രസൻറ്റേഷൻ ഭാഗമായിട്ട് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. കൂടാതെ എങ്ങനെ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്, ദാറ്റ് ഈസ് ടെക്സ്റ്റും ഗ്രാഫിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഓപ്ഷനാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്. ഈ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നു. കൂടാതെ നമുക്ക് ആവശ്യമുള്ള ചാർട്ട്സ്, അതേപോലെ ചില ഓഡിയോ ഫയൽസ്, ചില വീഡിയോ ഫയൽസ്, ഇതെല്ലാം എങ്ങനെ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതും നമ്മൾ പഠിക്കുന്നു. കൂടാതെ ഈ പ്രസൻറ്റേഷൻ ആവശ്യമുള്ള ഒരു ഹെഡറും ഫുട്ടറും, ദാറ്റ് ഈസ് എല്ലാ പ്രസൻറ്റേഷൻ സ്ലൈഡ്സിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഹെഡറും ഫുട്ടറും ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നമ്മളിതിൻ്റെ ഭാഗമായിട്ട് പഠിക്കും. കൂടാതെ ഈ പറയുന്ന ഡോക്യുമെൻറ്റിൽ നമുക്ക് ഹൈപ്പർ ലിങ്ക്സും മറ്റുമൊക്കെ ഇൻസേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വെബിലുള്ളൊരു ലിങ്ക്, അല്ലെങ്കിൽ നമ്മുടെ പവർ പോയിൻറ്റിൽ തന്നെ വേറൊരു സ്ലൈഡിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാം. നമ്മുടെ പ്രസൻറ്റേഷനിൽ ഒരു പർട്ടിക്കുലർ രീതിയിലൊക്കെയാണ് ടെക്സ്റ്റ് വരിക. അതിന് പകരം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ടെക്സ്റ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സിനകത്ത് വേണം ചെയ്യാൻ. ഓക്കെ, അതാണ് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ. കൂടാതെ അടുത്ത് വരുന്നത് ഫോർമാറ്റിംഗ് ആൻഡ് ഡിസൈൻ ഓപ്ഷൻസ് ആണ്. അപ്പം ഈ പവർ പോയിൻ്റിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി അധികം തീംസ് ഉണ്ടാവും. ഓരോ സ്ലൈഡും ഏത് കളർ കോമ്പിനേഷൻ, ഏത് ഫോണ്ട്, എങ്ങനെയൊക്കെ വരണം എന്നുള്ള ഡിഫറെൻറ്റ് തീംസ് അവൈലബിൾ ആയിരിക്കും. ആ തീംസ് നമുക്ക് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറയുന്ന പർട്ടിക്കുലർ തീംസ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീംസും മറ്റുമൊക്കെ, നമ്മുടേതായിട്ടുള്ള പ്രസൻറ്റേഷനും മറ്റുമൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അതും നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ സ്ലൈഡിൻ്റെ സൈസ് നമ്മൾ വൈറ്റ് സ്ക്രീനായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ സൈസ് ആയിരിക്കും. അതല്ലാതെ പഴയ രീതിയിലുള്ള ഒരു പ്രൊജക്റ്റിലും മറ്റുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്ലൈഡ് സൈസ് കുറച്ച് വ്യത്യാസമായിരിക്കും. സ്ലൈഡ് സൈസും മറ്റുമൊക്കെ ഇങ്ങനെ കോൺഫിഗർ ചെയ്യാം. കൂടാതെ നമ്മുടെ
സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട്. കൂടാതെ നമ്മുടെ സ്ലൈഡ് ഷോ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്ലൈഡ്, സെക്കൻഡ് സ്ലൈഡ്, അതിൻ്റെ പ്ലേയിങ് ടൈം എത്ര വേണം, ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് എത്ര സെക്കൻഡിനുള്ളിൽ വരണം, അതോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ സ്ലൈഡ് വരുന്നുള്ളൂ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് സ്ലൈഡ് ഷോയുടെ ഭാഗമായിട്ട് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് മാറുമ്പോൾ എന്ത് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതാണ് ട്രാൻസിഷൻ എഫക്ട്സ്. ഓക്കെ, അത് ഫെയ്ഡ് ചെയ്ത് വരണം, പെട്ടെന്ന് ടെക്സ്റ്റ് അപ്പിയർ ചെയ്യണം, അല്ലെങ്കിൽ ജമ്പ് ചെയ്ത് വരണം, അല്ലെങ്കിൽ ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ ഒരു ചെക്കർ ഡിസൈൻ വരണം, ഓക്കെ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ബ്ലൈൻഡ്, ഹൊറിസോണ്ടൽ ബ്ലൈൻഡ് തുടങ്ങിയ ഡിസൈൻസ് ഒക്കെ എങ്ങനെ വരണം എന്നുള്ളതാണ് ട്രാൻസിഷൻ എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. കൂടാതെ നമുക്ക് ട്രാൻസിഷൻ എഫക്ട്സ് ഭയങ്കരമായ വലിയ എഫക്ട്സ് ഒക്കെ കൊടുത്തു അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. റിമൂവ് ട്രാൻസിഷൻ എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത്. അതുപോലെ നമ്മുടെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റ്, അല്ലെങ്കിൽ പിക്ചർ, അല്ലെങ്കിൽ ഐക്കൺസ്, അല്ലെങ്കിൽ തുടങ്ങിയ ടേബിൾസ്, ഇതിനെല്ലാം ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ ഇതിനകത്തേക്ക് അനിമേഷൻ കൊടുത്ത് കൊണ്ടുവരാവുന്നതാണ്. അതിനെയാണ് ആഡിങ് അനിമേഷൻസ് ടു ദ പവർ പോയിന്റ് എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മുടെ സ്ലൈഡ് ഷോ റൺ ചെയ്യുമ്പോൾ അത് ഫുൾ സ്ക്രീനായിട്ട് എങ്ങനെ റൺ ചെയ്യണം, അതുപോലെ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നിന്നിരിക്കുന്ന ആ ഒരു സ്ലൈഡിൽ നിന്ന് എങ്ങനെ റിസ്യൂം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് റണ്ണിങ് യുവർ സ്ലൈഡ് ഷോയുടെ ഭാഗമായിട്ട് വരുന്നത്. കൂടാതെ നമുക്ക് എങ്ങനെ പ്രസൻറ്റേഷൻ സെറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് നമ്മുടെ പ്രസൻറ്റേഷൻ ഒരു മോണിറ്ററിൽ അല്ലെങ്കിൽ വേറൊരു പ്രൊജക്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളത് കണക്ട് ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മളെപ്പോഴും പ്രസൻറ്റേഷൻസ് ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ വേറൊരു TV സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു LCD പ്രൊജക്റ്റിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് മൾട്ടിപ്പിൾ മോണിറ്ററിലേക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് പഠിക്കും. കൂടാതെ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് പല വ്യൂവിൽ നമുക്കതിനെ കാണാവുന്നതാണ്. ഉദാഹരണത്തിന് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു നോർമൽ വ്യൂവിലായിരിക്കും കാണുക. അതിന് പകരം നമുക്ക് ഔട്ട്ലൈൻ വ്യൂ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈനായിട്ട് കാണാവുന്നതാണ്. കൂടാതെ നമുക്ക് സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ പ്രസൻറ്റേഷൻ തന്നെ സോർട്ട് ചെയ്ത് പ്രിൻറ്റും മറ്റുമൊക്കെ എടുത്ത് കൊടുക്കണമെങ്കിൽ ആവശ്യമുള്ളൊരു വ്യൂ ആണ് സ്ലൈഡ് സോർട്ടർ വ്യൂ. അതല്ലാതെ സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നൊരു വ്യൂ ഉണ്ട്. ഈ വ്യൂ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എല്ലാ സ്ലൈഡിലും റിപ്പീറ്റ് ചെയ്യേണ്ട കണ്ടൻസ് എല്ലാം നമ്മൾ സ്ലൈഡ് മാസ്റ്ററിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കൂടാതെ ഹാൻഡ് ഔട്ട് മാസ്റ്റർ, നോട്ട്സ് മാസ്റ്റർ തുടങ്ങിയ പ്രത്യേക വ്യൂസും ഈ പവർ പോയിൻറ്റ് സ്ലൈഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻസ് സേവ് ചെയ്യാം. നമുക്ക് ലോവർ വേർഷനിലേക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റേഷൻ ഷെയറിംഗ് പർപ്പസിന് വേണ്ടി എങ്ങനെയാണ് ഏത് ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഷെയറിംഗ് ദ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. കൂടാതെ ചിലപ്പോൾ നമുക്ക് പ്രസൻറ്റേഷൻ തന്നെ പ്രിൻറ്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ പർട്ടിക്കുലർ പ്രസൻറ്റേഷൻ പ്രിൻറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സെറ്റിംഗ് ഓഫ് ദ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കും. കൂടാതെ ക്ലോസിംഗ് ദ പ്രസൻറ്റേഷൻ, ഈ പ്രസൻറ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് സിലബസ്. ഹലോ എവ്രിവൺ, ഏവർക്കും മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ ആദ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രസന്റേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ സൂട്ട് ഓഫ് ആപ്ലിക്കേഷൻസിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിച്ച് നമ്മൾക്ക് വേണ്ട ഒരു ഡാറ്റ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ചില കൺസെപ്റ്റ്സ് ഒരു ഓഡിയൻസിനും മറ്റുമൊക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ലോകത്താകമാനം വളരെയധികം യൂസേഴ്സ് ഉള്ള, വളരെയധികം ഈസി ആയിട്ട് പ്രസന്റേഷൻസും മറ്റും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൈഡ്ലി യൂസ്ഡ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. നമ്മൾ മൈക്രോസോഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിൽ പോവുക. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻസിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അത് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്കിവിടെ P എന്ന് പറയുന്ന കാറ്റഗറിയുടെ കീഴിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ പവർ പോയിന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐക്കൺ കാണും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ടും മറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പവർ പോയിന്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെ ടാസ്ക് ബാറിൽ സെർച്ച് എന്ന് പറയുന്നിടത്ത് വന്ന് പവർ എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഏതെങ്കിലും ക്യാരക്ടേഴ്സ് കുറച്ച് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പവർ പോയിന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പവർ പോയിന്റ് ആപ്ലിക്കേഷൻ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ഹാർഡ് ഡിസ്കിൽ നിന്നും നമ്മളുടെ ലോഡ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ നമ്മൾ ചില സ്ലൈഡ്സുകളാണ് ആഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി കുറെ അധികം സ്ലൈഡ്സ്, ദാറ്റ് ഈസ് പേജ് ബൈ പേജ് പോയോ പേജെന്നോ അല്ലെങ്കിൽ 1 by 1 ആയിട്ടോ കുറെ അധികം സ്ലൈഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സ്ലൈഡ്സിനെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു പവർ പോയിന്റ് ഷോ ആയിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും. ഓക്കെ,
കുറേ സ്ലൈഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്ലേ ചെയ്യാണ് ഓഡിയൻസിന് വേണ്ടി. അപ്പൊ ഇതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ ആദ്യം വന്ന് നിൽക്കുന്ന ആ ഒരു ഇന്റർഫേസ്. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓഫീസ് വേർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പഠിച്ചതാണ്. അപ്പൊ വേർഡിനകത്ത് ഉള്ള അതേ രീതിയിലൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പറയുന്നിടത്ത് ഹോം എന്ന് പറയുന്ന ടാബ് ഉണ്ട്, അതല്ലെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രസന്റേഷൻസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ചില സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ്സ് പോലെയുള്ള ചില പ്രസന്റേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇവിടെ റീസെന്റ് എന്ന് പറയുന്ന ഈ ലിസ്റ്റിനകത്ത് നമ്മൾ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഉപയോഗിച്ച ചില പ്രസന്റേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഹോം എന്ന് പറയുന്ന ടാബ്. അപ്പോൾ ഹോം എന്ന് പറയുന്ന ടാബിൽ നിന്ന് തന്നെ നമുക്കിവിടെ പല പ്രസന്റേഷൻസ് ഉണ്ട്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില തീംസ് ആണ്, അല്ലെ ടെംപ്ലേറ്റ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ മോർ തീംസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്കിവിടെ കുറേ അധികം പവർ പോയിന്റിന്റെ തീംസ് നമുക്കിവിടെ അവൈലബിൾ ആയി. ഓക്കെ, അതിൽ ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രസന്റേഷൻസ് മറ്റോ ക്രിയേറ്റ് ചെയ്യാം. അതിൽ തന്നെ ഇവിടെ കാറ്റഗറീസ് ഉണ്ട്. പ്രസന്റേഷൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതല്ലെങ്കിൽ തീം എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ നമ്മുടേതായിട്ടുള്ള ചില തീംസ് സെലക്ട് ചെയ്യാവുന്നതാണ്. തിരിച്ച് വീണ്ടും ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് കാണാം. നോക്കിക്കേ, ഇവിടെ എഡ്യൂക്കേഷൻ, പ്രസന്റേഷൻസ് എഡ്യൂക്കേഷനെ ബേസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ, സ്കൂളിലെ കുട്ടികൾക്ക് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഇതിനകത്ത് കുറേ അധികം തീംസ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, തിരിച്ച് വീണ്ടും ബാക്കിൽ ഞാൻ വരികയാണ്. അതല്ലാതെ ഇവിടെ കുറച്ച് ചാർട്ട്സ് ഉണ്ട്, ഡയഗ്രാംസ്, ബിസിനസ്, അങ്ങനെ കുറേ അധികം തീംസ് ഉണ്ട്. ഇതൊന്നുമല്ലാതെ നമുക്കായിട്ട് എന്തെങ്കിലും തീംസ് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ പവർ പോയിന്റിൽ മറ്റൊക്കെ റെസ്യൂമേസ് വരെ ഇപ്പോൾ ആൾക്കാർ പ്രിപ്പയർ ചെയ്യും. സോ ഞാനിപ്പോ ഇതിലൊന്നും ഇല്ലാത്ത റെസ്യൂംസ് എന്ന് പറയുന്ന ചില തീംസ് അവൈലബിൾ ആവാൻ വേണ്ടി സെർച്ച് ചെയ്യണം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറേ അധികം തീംസ്, റെസ്യൂമെ ബേസ് ചെയ്തിട്ടുള്ള കുറേ അധികം തീംസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. കുറേ അധികം കളർഫുൾ ആയിട്ടുള്ളതുണ്ട്, അതല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ അല്ലെങ്കിൽ വൈറ്റും വേറൊരു സിംഗിൾ കളർ തീമിലൊക്കെ ഉള്ള ഒത്തിരി അധികം റെസ്യൂമേസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്കത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത് നോക്കിക്കേ, ഇത് ഓൾറെഡി ഒരു സാമ്പിൾ ടെംപ്ലേറ്റ് പോലെയാണ്. അത് നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ പറയുന്ന റെസ്യൂം ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്താവും, ലോഡ് ആവും. ഓക്കെ, അങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റെസ്യൂമും മറ്റുമൊക്കെ ആ ഒരു ടെംപ്ലേറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്യാവുന്നതാണ്, ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പേര് ടൈപ്പ് ചെയ്യാം, അതുപോലെ എവിടെയാണ് പഠിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന സൂം ഒന്നുകൂടെ കൂട്ടുക. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇതിനകത്തുള്ള ടെംപ്ലേറ്റും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ, അതുപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഫയലിൽ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മളത് എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യും. അപ്പം ഈ പറയുന്ന പവർ പോയിന്റ് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഡോക്യുമെന്റ് ക്ലോസ് ആയി. അതല്ലാതെ മൊത്തം ആപ്ലിക്കേഷൻ നമ്മൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഓപ്ഷൻ ഉണ്ട്, എന്താണ്, ക്ലോസ് എന്നുള്ള ഓപ്ഷൻ. അപ്പൊ പവർ പോയിന്റ് തന്നെ മൊത്തത്തിൽ ക്ലോസ് ആവും. ഓക്കെ, തിരിച്ച് വീണ്ടും നമ്മൾ ബാക്കിൽ വരികയാണ്. ഫയലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പം ഹോം എന്ന് പറയുന്ന ടാബിലാണ്. അതല്ലാതെ ന്യൂ എന്ന് പറയുന്ന ടാബ് ഉണ്ട്, അതിലും ഇതേ ഓപ്ഷൻസ് തന്നെയാണ്. ഹോം എന്ന് പറയുന്ന ടാബിലും ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. നമുക്കിപ്പോൾ ആദ്യം ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു ഒറ്റ സ്ലൈഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ സ്ലൈഡിന്റെ നമ്പരും കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു പവർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് ഫസ്റ്റ് വരുന്ന പവർ പോയിന്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മുകളിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. ഓക്കെ, ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പോയി നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. പിന്നെ നമുക്ക് ഫയൽ എന്ന് പറയുന്ന ടാബ് ഉണ്ട്. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട സേവ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ. തിരിച്ച് വീണ്ടും നമുക്ക് ബാക്കിലേക്ക് പോകാം. ഇവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഉണ്ട്, അതല്ലാതെ ഡ്രോ എന്ന് പറയുന്ന ടാബ് ഉണ്ട്, ഡിസൈൻ എന്ന് പറയുന്ന ടാബ് ഉണ്ട്, ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ, അപ്പം പവർ പോയിന്റ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കുറേ ടാബ്സ് ഉണ്ട്. ഇപ്പൊ ഹോം എന്ന ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതിനകത്ത് ഈ കാണുന്ന ഈ ഒരു റെക്ടാങ്കുലർ ഏരിയക്കാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹോം എന്ന് പറയുന്ന ടാബിൽ തന്നെ നമുക്ക് റിബൺ ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ്സ് ഏതാണോ
അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും. സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അതിനെ എന്ത് ചെയ്യും, റിബണിനകത്ത് തന്നെ വീണ്ടും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ താഴെ നമുക്ക് സ്റ്റാറ്റസ് ബാർ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് എത്ര സ്ലൈഡും മറ്റൊക്കെ ഉണ്ടാവും, ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ താഴെ നമ്മുടെ സ്ലൈഡ് തന്നെ കുറച്ചുകൂടെ വലുതാക്കണേ നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ ഇവിടെ ഏറ്റവും റൈറ്റിലുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്നതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ മാക്സിമം സൈസിൽ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അതാണ് ഫിറ്റ് എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, നമ്മുടെ റീസൈസ് ചെയ്തിരിക്കുകയാണ്, കറണ്ട് സ്ലൈഡിനെ റീസൈസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ പറയുന്ന റിബണും മറ്റുമൊക്കെ വേണമെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് ചെറുതാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് പ്രസന്റേഷൻ സ്ലൈഡിന്റെ ആ ഒരു ഏരിയ കുറച്ചുകൂടെ വലുതായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന റിബൺ എന്ന് പറയുന്ന ഈ ഓപ്ഷൻസ് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിന് എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടാബിൽ വന്നൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ടാബ് മാത്രമേ ഉള്ളൂ, അതിന്റെ താഴേക്കുള്ള റിബൺ ഒക്കെ താൽക്കാലികമായിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സ്ലൈഡിന്റെ ഈ പറയുന്ന ഒരു ഏരിയ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ തിരിച്ചത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഏതെങ്കിലും ഒരു ടാബിൽ വന്ന് എന്ത് ചെയ്താൽ മതി, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് തിരിച്ച് അവൈലബിൾ ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഏരിയ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തു ഒരു പർട്ടിക്കുലർ സെഷൻ എന്നുള്ളതിനനുസരിച്ചാണ് ഇവിടെ പേര് വരിക. ഇപ്പൊ കാണിക്കുന്നത് പ്രസന്റേഷൻ 2 എന്നാണ്, കാരണം ഞാൻ നേരത്തെ ന്യൂ എന്ന് പറഞ്ഞ ഓപ്പൺ ചെയ്തു, അപ്പൊ അതാണ് പ്രസന്റേഷൻ 1. ഇപ്പൊ കാണുന്നതാണ് പ്രസന്റേഷൻ 2. ഓക്കെ, അപ്പൊ ഇതിപ്പം ഒരു അൺനെയിംഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്, ദാറ്റ് ഈസ് നമ്മൾ സേവ് ചെയ്തിട്ടില്ല. അപ്പൊ ഏതൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ സേവ് ചെയ്യണം. മാത്രമല്ല അതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ചേഞ്ചസ് വരുത്തുമ്പോഴും നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മുടെ ഡോക്യുമെന്റ് സെക്യൂർ ആവുള്ളൂ. അഥവാ സിസ്റ്റത്തിന് എന്തെങ്കിലും ക്രാഷ് ആവുകയോ അതുപോലെ പവർ പോയിന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഹാങ് ആവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അതുവരെ ചെയ്ത കാര്യങ്ങൾ റിട്രീവ് ചെയ്ത് കിട്ടാൻ വേണ്ടി, തിരിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ഫയലിൽ പോവുക, നമ്മൾ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് പ്രസന്റേഷൻ 2 എന്നാണ് പേര് കാണുന്നത്. പക്ഷെ എപ്പോൾ നമ്മൾ ഇത് ഒരു പർട്ടിക്കുലർ നെയിമിൽ സേവ് ചെയ്യുന്നു അപ്പോൾ മുതൽ ഈ പവർ പോയിന്റിന്റെ പേര് നമ്മൾ കൊടുക്കുന്ന പേരിലായിരിക്കും. ഓക്കെ, അപ്പൊ സേവ് ആസ് എടുത്തു. അപ്പൊ ദിസ് പി സി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പി സിയിൽ തന്നെ എവിടെയാണെന്നുള്ളത് ഇവിടെ നമ്മൾ കറന്റ് യൂസ് ചെയ്ത ചില ലൊക്കേഷൻസ് ഇവിടെ കാണാം. അതല്ലെങ്കിൽ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് ബ്രൗസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ദിസ് പി സി, അതിനകത്ത് തന്നെ സി. അതല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ആക്സസ് ചെയ്യുന്ന ചില ഏരിയാസ് ലൊക്കേഷൻസ് ഇവിടെ കാണും, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, ഡൗൺലോഡ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ഒരു പേര് കൊടുത്തിട്ട് ഇത് സേവ് ചെയ്യാം. ഉദാഹരണത്തിന് ഇൻട്രൊഡക്ഷൻ. ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്, അതുകൊണ്ട് ഞാനിതിനെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പേരിൽ ഞാനിത് പവർ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഐ എം സേവിങ് ഇറ്റ് ആസ് എ പവർ പോയിന്റ് പ്രസന്റേഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പവർ പോയിന്റിന്റെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത പേരിലായിരിക്കും ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ കാണുക. നമ്മൾ കൊടുത്തത് ഇൻട്രൊഡക്ഷൻ ആണ്.